ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഒന്നല്ല, എന്നാലും ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ തുടങ്ങുന്നത് രാവിലെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇന്ന് നടക്കുന്ന കുറച്ച് നേരത്തെ ഒരു വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളയപ്പം ബീഫ് കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. വെള്ളയപ്പത്തിൻ്റെ പൊടി ഏതോ ഒരു ബ്രാൻഡിൻ്റെ പൊടിയാണ്, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലാസിക്കാന്ന് തോന്നുന്നുണ്ട്. അതും ബീഫ് തലേദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം നന്നായി ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിനുശേഷം ഞാൻ വായിച്ച് നോക്കുകയാണ്. വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ടെങ്കിലും എന്നും മറന്നു പോകും. അതിനുശേഷം ചായക്ക് വെള്ളം വയ്ക്കുകയാണ്. വെള്ളയപ്പത്തിനായിട്ട് നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു മുറിയല്ല, ഒരു നാളികേരം ഫുള്ളെടുത്താലാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ നാളികേരം ചിരകങ്ങളിട്ട് എൻ്റെ മോനും ഒരാഗ്രഹം നാളികേരം ചിരകാൻ. അതാണ് ഈ കാണുന്നത്. അതിനുശേഷം ചോറിനുള്ള വെള്ളം വെച്ചു. വെള്ളയപ്പത്തിൻ്റെ പൊടി ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് പഞ്ചസാരയും ഒരു നുള്ളുപ്പ്, പിന്നെ നാളികേരം അരച്ച് നാളികേരപ്പാലാക്കിയത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചു. അരമണിക്കൂർ വയ്ക്കുമ്പോഴേക്കും ബാറ്റർ ഒന്ന് സെറ്റായി അതൊന്ന് പൊന്തി വരും. അപ്പോഴേക്കും ചോറിനുള്ള അരി കഴുകാണ്. വെള്ളം ചൂടായിട്ട് അരി കഴുകി ഇടുന്നതാണ് അടുത്തത്. പിന്നെ പാല് നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് മേടിക്കാറ്. പാക്കറ്റ് പാലെന്തോ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അത് തിളപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് താഴെയുള്ള പുത്രം വന്നിട്ട് പറയുന്നത്, അമ്മ എനിക്ക് അതെടുത്തതായോ ഇതെടുത്തതായോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതാണ് കുട്ടികൾക്ക് പാലും. ഞങ്ങൾ വലിയ ആൾക്കാർക്ക് കോഫിയാണ് ഇവിടെ ഞങ്ങൾ കഴിക്കാറ്. കോഫി കുടിച്ചാലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഉന്മേഷം വരുള്ളൂ. അതും പ്രൂവിൻ്റെ വേണം. വേറെ അഡിക്റ്റായി പോയതാന്ന് തോന്നുന്നുണ്ട്. വേറെ എന്ത് കഴിച്ചാലും രാവിലെ ഒരു ഉന്മേഷം കിട്ടണില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റുകളില്ലേ, അത് മേടിച്ച് വയ്ക്കും. എനിക്ക് ബോട്ടിലിൽ മേടിച്ച് വയ്ക്കുമ്പോൾ അളവറിയില്ല എന്നുള്ളതുകൊണ്ട് പാക്കറ്റുകളാകുമ്പോൾ ഞാനും മമ്മിയാണ് കൂടെ കഴിക്കാറ് കോഫി. അപ്പോൾ 5 രൂപ പാക്കറ്റ് മേടിച്ചാലാണ് അത്യാവശ്യം നല്ല കടുപ്പത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ 5 രൂപ പാക്കറ്റ് 2 പേർക്ക് 2 ഗ്ലാസ് പാലിന്. അതിനുശേഷം മക്കൾക്ക് കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാൻ വെക്കുന്നതാണ് അടുത്തത്. ഒരു 6 കാടമുട്ട ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും വെള്ളയപ്പത്തിൻ്റെ ബാറ്ററൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളയപ്പം ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പുറത്ത് കാടമുട്ട ഗ്യാസ് വെച്ചിട്ടുണ്ട്. വെള്ളയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ താഴെയുള്ള പുത്രം വന്നത്. ഞാനുണ്ടാക്കട്ടെ എന്ന് ചോദിച്ച് അവിടെ നിൽക്കുന്നുണ്ടായത്. അതിനുശേഷം അപ്പോഴേക്കും അരിയൊക്കെ വെന്തു, അതൊക്കെ ഊറ്റി. പിന്നെ ആ കാടമുട്ട വെന്തത് അതിൻ്റെ തോടൊക്കെ പൊളിച്ച് ക്ലീനാക്കി അവിടെ സെറ്റ് ചെയ്ത് മക്കൾക്ക് കൊടുത്തു. ബീഫ് ഒന്നുകൂടി ക്ലീനാക്കിയതിന് ശേഷം മുളക്, മല്ലി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത്യാവശ്യം നെയ്യുള്ള ബീഫായ കാരണം വെള്ളം അത്യാവശ്യം വരും. അതിനുശേഷം സാധാ പോലെ എല്ലാവരും പോലെ സബോള തക്കാളിയൊക്കെ വാട്ടി ബീഫൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്രേവി ടൈപ്പിലെടുത്താൽ വെള്ളയപ്പത്തിന് ഗ്രേവി ടൈപ്പ് നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാനും കോഫി കുടിച്ച് എൻ്റെ ഒരു ദിവസം അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഊണിനൊരു സലാഡ് പോലെ ഉണ്ടാക്കി. ക്യാരറ്റ് കുക്കുംബറൊക്കെ ആയിട്ട്, ക്യാരറ്റ് തക്കാളി കുക്കുംബറൊക്കെ ആയിട്ട് സലാഡ്. പിന്നെ തലേ ദിവസം ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ഫ്രൈ ചെയ്തു. പിന്നെ പപ്പടം കൂട്ടി എല്ലാം കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിച്ചു ഉച്ചയ്ക്ക്. അങ്ങനെ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്തത്. കുറേ കുറ്റങ്ങളുണ്ടായിരിക്കാം, എന്നോട് ഒന്ന് ഷെയർ ചെയ്യുക.